ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്നൊന്നും ചേർക്കാതെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണത്. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വട ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് കടയിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വട ഉണ്ടാക്കുന്നതിന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് അരിപ്പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മാത്രം മതിയാവും. ഇത് അധികം പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടി നമുക്ക് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വടക്ക് ചെറിയൊരു പുളിരസമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ തൈര് ഒഴിക്കുന്ന ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇത് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി സാധനങ്ങൾ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ബാറ്റർ ആക്കി എടുക്കണം. ഞാൻ തൈരെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് ഈ പാത്രത്തിന്റെ അടിയിലെ സൈഡിലൊക്കെ പറ്റിയിരിക്കും. അപ്പം പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ നല്ല ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ കയ്യില് അരിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ചരി കാണുമല്ലോ, ആ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ മിക്സ് ചെയ്ത് വരുമ്പോഴേ നമ്മുടെ ദോശമാവിനെക്കാട്ടില് കുറച്ചുകൂടി ലൂസായിട്ട് വേണം കിട്ടാന്. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഒന്നുകൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുമ്പോൾ വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാന്. തീ ഒരുപാട് കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. നമ്മൾ സിമ്മിലിട്ട് ചെയ്താൽ തന്നെ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടുന്നതാണ്. കൈവിടാതെ തന്നെ നമ്മളിത് ഇളക്കി ചേർത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ സ്പൂണ് പാത്രത്തിന്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡിലെ മാവ് കട്ട പിടിച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പൊ ദാണ്ട ഈ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1 മിനിറ്റ് കൂടി നമുക്ക് ഇങ്ങനെ വെച്ച് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ടൈറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാനായിട്ട് ഞാൻ നമ്മുടെ മാവ് ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് തല്ലിപ്പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇനി ചെറിയൊരു കളറിന് വേണ്ടി 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പൊ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴേ ചിലപ്പം കുറച്ച് ലൂസായിട്ട് വരും. കാരണം നമ്മൾ ഈ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആ സവാളയുടെ വെള്ളവും കൂടി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തില് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ ഈ സമയം അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വട ഒന്നുകൂടെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പൊ ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ശേഷം നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഒതുക്കി ചേർത്ത് കൊടുക്കാം. അന്നേരം നമുക്ക് കയ്യിൽ അതുപോലെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കയ്യില്. ഇനി നമ്മുടെ കയ്യെ കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. രണ്ട് കയ്യിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമ്മൾ വടയുടെ ഷേപ്പിലാക്കി കൊടുക്കണം. ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്ത ശേഷം നമ്മുടെ വിരല് വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് മുക്കിയ ശേഷം നമുക്ക് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഒരെണ്ണം ഞാൻ വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത്രയും ഞാനിപ്പോ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന മാവ് നമ്മൾ അടച്ചു വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. പിന്നീട് നമ്മൾ വട ഉണ്ടാക്കുമ്പോഴത് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഈ ചെയ്തെടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ചൂടായെന്നറിയാൻ ഞാനൊരു ചെറിയ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് ചീനിച്ചിട്ടി ആയതുകൊണ്ട് നന്നായിട്ട് കുഴിയുണ്ട്. അപ്പം നമ്മൾ 3-4 ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് 3-4 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം, അതായത് ഒട്ടിപ്പിടിക്കത്തില്ല. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനേ. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പുറം പെട്ടെന്ന് മൂത്ത് കിട്ടുകയും അകം വേവാതെ ഇരിക്കും. ഇപ്പൊ കണ്ടത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഇട്ടത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണിത്. വീട്ടിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ തൈരൊക്കെ ചേർത്തത് കൊണ്ട് നല്ല പുളിരസം ഉണ്ട് ഇതിന്. നമ്മുടെ സാധാരണ വടയുടെ കൂട്ട് തന്നെ നല്ല പുളിരസം ഒക്കെ ഉണ്ട്. തൈര് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്ത് തൈര് ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു ആ ഒരു പുളിരസം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ വേണ്ട നമ്മുടെ വടയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, പുറം നല്ല ക്രിസ്പി ആകാൻ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.